തോൽവിയെ എങ്ങനെ കാണുന്നു പാർട്ടി? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല പരാജയമാണ് ഏറ്റുവാങ്ങി കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാനായില്ല എന്നുള്ളത് ഈ ജനവിധിയുടെ പ്രത്യേകതയായിട്ട് ഞങ്ങൾ കാണുകയാണ്. ജനവിധിയുടെ എല്ലാ വശങ്ങളും പൂർണ്ണമായിട്ട് ആഴത്തിൽ പരിശോധിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തി പാർട്ടിയും മുന്നണിയും ശരിയായ ദിശാബോധത്തോടുകൂടി മുന്നോട്ടേക്ക് പോകും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ അഹോരാത്രം പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാരെയും ഈ സന്ദർഭത്തിൽ ഞാൻ അവരോടെല്ലാമുള്ള നന്ദി അറിയിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഉണ്ടായ ഈ പരാജയത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പാർട്ടി മുന്നോട്ടേക്ക് പോകും. അതിന് എല്ലാ രീതിയിലും ജനങ്ങളുടെ ഭാഗത്തുള്ള പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മുമ്പും ഇത്തരത്തിലുള്ള തോൽവി LDF കേരള ചരിത്രം നോക്കിയാൽ നേടിയിട്ടുണ്ട്. പക്ഷേ കണ്ണൂരിലെ പാർട്ടി കോട്ടകൾ നിലംപൊത്തി വീഴുന്ന കാഴ്ച കാണേണ്ടത്. അല്ല, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായിട്ട് പരിശോധന വേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമല്ല, പൊതുവേ കേരളത്തിൽ നല്ല പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. ഓരോന്നും സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴത്തിൽ വിശദമായി പരിശോധിച്ച് തിരുത്തി മുന്നോട്ടേക്ക് പോകാനുള്ള വളരെ ഫലപ്രദമായ സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം പാർട്ടി തീർച്ചയായിട്ടും നിർവഹിക്കുക തന്നെ. ടി കെ ഗോവിന്ദൻ, ജി സുധാകരൻ, കെ വി കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ളവരുടെ കാര്യത്തിൽ പാർട്ടിക്കൊരു തെറ്റുപറ്റിയെന്ന് ഈ ഘട്ടത്തിൽ തോന്നുന്നു. അല്ല, അതെല്ലാം സംബന്ധിച്ച് പരിശോധിക്കേണ്ടതാണ്. അതൊന്നും ഇപ്പോൾ ഒരു വികാര പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടുന്ന ഒന്നല്ല. അത് സംബന്ധിച്ച് ഞങ്ങൾ വളരെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളേണ്ടത്, എന്തൊക്കെയാണ് ഞങ്ങൾ തിരുത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ ധാരണയോടുകൂടി ഫലപ്രദമായ നിലയിൽ തന്നെ പാർട്ടി സംഘടനാ പ്രവർത്തനത്തിലൂടെ മുന്നോട്ടേക്ക് പോകുമെന്നുള്ളതാണ്. അല്ല, പൊതുവേ വോട്ടിൽ കുറവുണ്ടായിട്ടുണ്ട്. ആ കുറവ് ഉൾപ്പെടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒക്കെ പരിശോധിക്കേണ്ടിയുണ്ട്. ഓരോ മണ്ഡലത്തിലും ഓരോ പ്രദേശത്തും ഒക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യം വിശദമായിട്ടുള്ള പരിശോധനയിൽ, ആഴത്തിലുള്ള പരിശോധനയിൽ മാത്രമേ മനസ്സിലാക്കാനാവുള്ളൂ. അത് തീർച്ചയായിട്ടും പരിശോധിക്കും എന്നാണ് പറയാനുള്ളത്. ഇനി നമുക്ക് പരിശോധിക്കാൻ ഏതെങ്കിലും ഒരു മേഖലയിലുള്ള ഏകീകൃതമായ അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. അതുൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ചേർത്ത് പരിശോധിച്ച് അതിൻ്റെ റിവ്യൂ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. പാർട്ടിയുടെ മുമ്പിലും അത് അവതരിപ്പിക്കും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഓരോന്നോരോന്നായിട്ട് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് എന്തൊക്കെയാണ് തിരിച്ചടിയായിട്ട് വന്നിട്ടുള്ളത്, തോറ്റു നമ്മൾ സമ്മതിക്കില്ലേ. അങ്ങനെ വന്ന തോൽവിയുടെ അടിസ്ഥാനം എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനും അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുത്തി മുമ്പോട്ടേക്ക് പോകാൻ പാർട്ടിയെ പ്രാപ്തമാക്കാനും സാധിക്കുകയുള്ളൂ. ഇതിൽ നിന്നെല്ലാം ശക്തിയായ രീതിയിൽ പാർട്ടിക്ക് മുന്നോട്ടേക്ക് വരാൻ കഴിയുമെന്നുള്ള നല്ല ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്ക്. മുന്നണിയിലെ മൂന്നാമത്തെ കക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന് ഒരു MLA പോലും ഇല്ല. ആകെ ഉള്ളത് CPIക്കും CPM. അത്ര ആഴത്തിലേക്കാണ് വീണുപോയത്. അതെ, അതൊക്കെ നമുക്ക് പരിശോധിച്ച് പറയാം. ഓരോന്നോരോന്ന് പറയണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇത് പ്രാഥമികമായിട്ടുള്ള കാര്യം നമ്മുടെ മുമ്പിലുള്ള കാര്യം വെച്ചുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞ് പരിശോധിച്ച് ആവശ്യമായ രീതിയിൽ കൈകാര്യം ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ളൊരു തിരിച്ചടി പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു തിരിച്ചടിയാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. ആ തിരിച്ചടിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് പഠിച്ച് ഇനി അത് തിരുത്തി മുമ്പോട്ടേക്ക് പോകാൻ ആവശ്യമായ
പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അത്രയേ പറയാനുള്ളൂ. അടിത്തട്ടിലെ കണക്കും തെറ്റിയെന്ന് പറയേണ്ടി വരും. കാരണം മാഷ് തന്നെ ആദ്യ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞപ്പോൾ 90+ എന്ന് പറഞ്ഞത് അടിത്തട്ടിൽ നിന്ന് കിട്ടിയ കണക്കിന്റെ ബലത്തിൽ കൂടിയാണ്, അല്ലെ ജില്ലാ കമ്മിറ്റികൾ തന്ന കണക്കിന്റെ ബലത്തിലാണ്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു വിധിയല്ല ഉണ്ടായത്. അതാണ് കാര്യം. അതൊക്കെ വിശദമായി പരിശോധിക്കേണ്ടതാണ്, പരിശോധിച്ച് പറയാം.